ഹായ് ഓൾ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബിനെ കുറിച്ചാണ്. വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബ് ഒരു മോഡാൽ ഓക്സിലറി വേർബാണ്. ഇപ്പം മോഡാൽ ഓക്സിലറി വേർബ് എന്ന് ഒന്നാമത് ഓക്സിലറി വേർബ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയ, അതായത് മെയിൻ വെർബുകളെ അതിൻ്റെ കാലവും അതിൻ്റെ മനോനിലയും വെളിപ്പെടുത്താൻ സഹായിക്കുന്ന വേർബുകളെ അല്ലെങ്കിൽ ക്രിയകളെയാണ് നമ്മൾ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. അതിൽ തന്നെ മൂഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുക, അതായത് നമ്മുടെ മനോനിലയെ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് മോഡാൽ ഓക്സിലറി വേർബ് എന്ന് പറയുന്നത്. സോ വിൽ എന്ന് പറയുന്നത് ഒരു മോഡാൽ ഓക്സിലറി വേർബാണ്. ഈ വിൽ എന്ന് പറയുന്ന മോഡാൽ ഓക്സിലറി വേർബിന് ടെൻസിനെയും, അതായത് ഫ്യൂച്ചർ ടെൻസിനെയും, സ്പെഷ്യലായിട്ട് പറഞ്ഞാൽ ഭാവി കാലത്തെക്കുറിച്ച് വ്യക്തമായി നമുക്ക് ഇംഗ്ലീഷിൽ പറയുവാൻ, അല്ലെങ്കിൽ നമ്മളുടെ സങ്കല്പങ്ങളെക്കുറിച്ച് നമുക്ക് പറയുവാൻ, അല്ലെങ്കിൽ ഭാവി കാലത്ത് ഇനി വരാൻ പോകുന്ന ഒരു സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് പറയാൻ നമ്മളെ സഹായിക്കുന്ന ഓക്സിലറി വേർബാണ് വിൽ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ അതുപയോഗിച്ച് ഭാവി കാലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രീംസിനെ കുറിച്ചോ പറയുന്ന എന്നാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പറഞ്ഞു അത് ഫ്യൂച്ചർ ടെൻസിനെയാണ് റെഫർ ചെയ്യുന്നത്, അതായത് ഭാവി കാലത്തെക്കുറിച്ച്. ഇനി നമ്മൾ പറഞ്ഞു എല്ലാ മോഡാൽ ഓക്സിലറി വേർബിൻ്റെ കൂടെയും വെർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ഫോം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇനി വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ V1 എന്ന ഫോമിലായിരിക്കും ബേസ് ഫോം. ഓക്കെ, അപ്പോൾ V1 അതായത് ഗോ, വെൻറ്റ്, ഗോൺ. ഗോ എന്ന് പറയുന്നത് V1, വെൻറ്റ് അതായത് പാസ്റ്റ് ഫോം, ഗോൺ എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം. ഓക്കെ, ഇനി വില്ല് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പല ഫോമാറ്റിൽ യൂസ് ചെയ്യും. ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം വിൽ, വിൽ ബി, വിൽ ഹാവ്, വിൽ ഡു, വിൽ ബി ഏബിൾ ടു, വിൽ ഹാവ് ടു, വിൽ ഓർ വിൽ നോട്ട്. അപ്പം നമ്മൾ പല രീതിയിൽ ഇത് ഫോർമാറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ മീനിങ് ചെയ്തിരിക്കും, ചെയ്യുകയില്ല, ഒരു പ്രവൃത്തി ഞാൻ ചെയ്തിരിക്കും അതിനെ ഊന്നി പറയാൻ സഹായിക്കും, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് ഞാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അവസ്ഥയിൽ ഞാൻ ആയിരിക്കും, സാധിക്കും, എന്നെക്കൊണ്ടൊരു പ്രവൃത്തി ഭാവിയിൽ സാധിക്കും, ഞാനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, ഭാവിയിൽ ഒരു പ്രവൃത്തി ഞാൻ പൂർത്തിയാക്കിയിരിക്കും, എനിക്ക് ഒരു പ്രവൃത്തി ഭാവിയിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്, നീ ഒരു പ്രവൃത്തി ഭാവിയിൽ ചെയ്യുമോ എന്ന് ചോദിക്കുവാൻ, നീ ഒരു പ്രവൃത്തി ചെയ്യുകയില്ലേ എന്ന് ചോദിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന മോഡാൽ ഓക്സിലറി വേർബാണ് വില്ല്. സോ നമ്മൾ ഇതിൻ്റെ ഈ ഉപയോഗങ്ങളെ എല്ലാം കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തെ വില്ലിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് സിമ്പിൾ ഫ്യൂച്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുക. എന്താണ് സിമ്പിൾ ഫ്യൂച്ചർ? ഭാവി കാലത്തെക്കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കുക. അതായത് ഭാവി കാലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി വരുവാൻ പോകുന്ന ഒരു സമയത്തെക്കുറിച്ച് നമ്മൾ പറയുക. അതിനെയാണ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. അതായത് ഞാൻ ഒരു പ്രവൃത്തി ചെയ്തിരിക്കും, നമുക്കത് 100% ഷുവറാണ്. അപ്പം ആ 100% ഷുവറായ ഒരു കാര്യത്തെ ഞാൻ ചെയ്ത് തീർക്കും, അല്ലെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കുന്നത് വിൽ എന്ന് പറയുന്ന ഓക്സിലറി വേർബാണ്. ഇനി എന്താണ്? തിങ്സ് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇനി ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് വേർബ് പ്ലസ് അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്നുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഹി, ഷീ, ഐ, വി, ദേ, ഇറ്റ്. ഓക്കെ, ഇതാണ് സബ്ജക്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഞാൻ ഒരു പ്രവൃത്തി ചെയ്തിരിക്കും എന്നുള്ളതാണ്. ഐ വിൽ ഹിറ്റ് 6 ഇൻ ദ നെക്സ്റ്റ് മാച്ച്. ഞാൻ അടുത്ത മാച്ചിൽ 6 അടിച്ചിരിക്കും. ദേ വിൽ ഗോ ടു ദ ചർച്ച് ടുമോറോ. അവർ നാളെ പള്ളിയിൽ പോയിരിക്കും. ഹീ വിൽ പാസ് ദ ട്രെയിനിങ്. അവൻ പരിശീലനം പൂർത്തിയാക്കിയിരിക്കും. വി വിൽ കോൺകർ ദ ചാമ്പ്യൻഷിപ്പ്. നമ്മൾ ഈ മത്സരം നേടിയെടുത്തിരിക്കും. ഇവിടെയെല്ലാം ഭാവി ഒരു സമയത്ത്, അതായത് വരാൻ പോകുന്ന ഒരു സമയത്ത് ചെയ്തിരിക്കും അല്ലെങ്കിൽ ഉറപ്പുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് ഇവിടുത്തെ ഫോർമാറ്റ് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്, അല്ലെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് ഓഫ് ദി വെർബ്, അല്ലെങ്കിൽ V1 ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, ഐ വിൽ ഹിറ്റ്.
ദേ വിൽ ഗോ, ഹി വിൽ പാസ്, വി വിൽ കോൺകർ. ഇതെല്ലാം എന്താണ്? ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി വിൽ യു പാസ് ദ എക്സാം, നീ ഒരു പരീക്ഷ പാസ്സാകുമോ? അപ്പം നമ്മൾ പറയാം യെസ് ഐ വിൽ പാസ് ദ എക്സാം എന്ന് നമുക്ക് പറയാം. അതിന് പകരം എങ്ങനെ നമുക്ക് പറയാം? യെസ് ഐ വിൽ. ഐ വിൽ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. ഐ വിൽ എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്തിരിക്കും. സോ നമ്മളോടൊരു കാര്യം ചോദിക്കുകയാണ്, നീ അത് ചെയ്യുമോ? ഓക്കെ, വിൽ യു മേക്ക് ദ ബെഡ്, നീ ബെഡ് ശരിയാക്കുമോ എന്ന് ചോദിച്ചാൽ യെസ് ഐ വിൽ. അപ്പം നമുക്കത് ഫുള്ള് പറയണ്ട. ഐ വിൽ മേക്ക് ദ ബെഡ് എന്ന് നമ്മൾ ഫുൾ പറയേണ്ട കാര്യമില്ല. ഐ വിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിനകത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഞാൻ ആ പ്രവൃത്തി ചെയ്തിരിക്കും എന്നുള്ളതാണ്. സോ ഇതാണ് വില്ലിൻ്റെ ഒന്നാമത്തെ ഉപയോഗം, അതായത് സിമ്പിൾ ഫ്യൂച്ചർ, അതായത് ഭാവിയിൽ 100% നടക്കുമെന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഫോർമാറ്റാണ് ചെയ്യുകയില്ല. ഭാവിയിൽ ഞാനൊരു കാര്യം ചെയ്യുകയില്ല, അതായത് വില്ലിൻ്റെ നെഗറ്റീവ് ഫോം അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻ്റ് എന്ന് പറയും വിൽ നോട്ട്. വിൽ നോട്ടിനെ നമ്മൾ വോണ്ട് എന്നാണ് ഉച്ചരിക്കുന്നത്. വോണ്ട്, അതായത് സ്പീക്കിങ്ങിൽ നമ്മൾ വിൽ നോട്ട് എന്ന് പറയുകയില്ല, പകരം നമ്മൾ എങ്ങനെ പറയും? വോണ്ട് എന്നാണ് പറയുന്നത്. അതേസമയം റൈറ്റിങ്ങിൽ നമുക്ക് വോണ്ട് എന്ന് എഴുതാൻ പറ്റില്ല, വിൽ നോട്ട് എന്ന് തന്നെ എഴുതണം. എന്താണ് അതിൻ്റെ മീനിങ്? ചെയ്യുകയില്ല. ഓക്കെ, അതായത് ഭാവിയിൽ ഒരു കാര്യത്തെക്കുറിച്ച് നിഷേധാത്മകമായി പറയുക, അതായത് ചെയ്യുകയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ നോട്ട് അല്ലെങ്കിൽ വോണ്ട് പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെൻറ്റ്. ഈ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റും വെർബും ഓക്സിലറി വെർബ്, അതിൻ്റെ വെർബ് കഴിഞ്ഞ് വരുന്ന അതിനോടുള്ള വിശേഷണങ്ങൾ അല്ലെങ്കിൽ അതിനോട് വരുന്ന അഡ്വർബ്, അഡ്ജക്റ്റീവ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഐ വോണ്ട് അറ്റൻഡ് ദ നെക്സ്റ്റ് ക്ലാസ്. ഐ വോണ്ട് അറ്റൻഡ് ദ നെക്സ്റ്റ് ക്ലാസ്, ഞാൻ അടുത്ത ക്ലാസ്സിൽ പോവുകയില്ല. ഷീ വോണ്ട് സപ്പോർട്ട് അസ്, അവൾ നമ്മളെ പിന്താങ്ങുകയില്ല. ദേ വോണ്ട് റെഡി ടു ഗോ, അവർ പോകുവാൻ തയ്യാറല്ല. ഓക്കെ, ഇവിടെയും ശ്രദ്ധിക്കണം, വിൽ നോട്ട് കഴിഞ്ഞാണെങ്കിലും നമ്മൾ എന്താണ്? ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഐ വോണ്ട് അറ്റൻഡ്, ഷീ വോണ്ട് സപ്പോർട്ട്, ദേ വോണ്ട് റെഡി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, അപ്പം ഇതാണ് സെക്കൻഡ് യൂസേജ്, അതായത് വോണ്ട്, നിഷേധാത്മകമായി പറയുക എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഉപയോഗമാണ് വിൽ ഡു. അപ്പം നമ്മളൊരു പ്രവൃത്തി തീർച്ചയായിട്ടും ചെയ്തിരിക്കും എന്ന് പറയുന്നതിന്, അല്ലെങ്കിൽ ഒരു വ്യക്തി ചെയ്തിരിക്കും എന്ന് ഊന്നി പറയുകയാണ്. നമ്മൾ ചെയ്യുന്നൊരു പ്രവൃത്തിയെ ചെയ്തിരിക്കുമെന്ന് ഇച്ചിരി ഊന്നി പറയുക. അപ്പം ഞാൻ പന്ത് കളിച്ചിരിക്കും, ഞാൻ പന്ത് ഉറപ്പായിട്ടും കളിച്ചിരിക്കും, അല്ലേ, ഉറപ്പായിട്ടും കളിച്ചിരിക്കുക. അപ്പോൾ ആ ഒരു സ്ട്രെസ് കൊടുക്കുക അല്ലെങ്കിൽ ആ ഒരു ഊന്നൽ കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ പറയുക? അതിനാണ് നമ്മൾ വിൽ ഡു എന്ന് പറയുന്ന വില്ലിൻ്റെ ഫോം യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ഡു പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. ഐ വിൽ ഡു റൈറ്റ് ദി എക്സാം, ഞാൻ പരീക്ഷ എഴുതുക തന്നെ ചെയ്യും. ഐ വിൽ ഡു റൈറ്റ് ദി എക്സാം. ഓക്കെ, അപ്പം ഞാൻ അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ പരീക്ഷ എഴുതുക തന്നെ ചെയ്യും. ഐ വിൽ ഡു പ്ലേ ദ ഗെയിം ഇൻ ഈവനിങ്, ഇന്ന് വൈകിട്ട് ഞാൻ മത്സരം കളിക്കുക തന്നെ ചെയ്യും. അപ്പം നമ്മളൊന്ന് ഊന്നി പറയുക, ഞാൻ ചെയ്യും എന്ന് പറയുന്നതിന് പകരം നമ്മളൊന്ന് ഒന്നുകൂടെ ഒരു ഊന്നൽ കൊടുത്ത് പറയുമ്പോൾ അതെന്താണ്? നമ്മൾ ഡു എന്ന വിൽ ഡു എന്ന ഫോമാറ്റാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഐ വിൽ ഡു പ്ലേ ദ ഗെയിം ഇൻ ഈവനിങ്. ഹി വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദി പ്രോജക്റ്റ്, അവൻ തന്നെ ഈ പ്രോജക്റ്റിൻ്റെ ബാക്കി ചെയ്യും. ഹി വിൽ ഡു ദ റെസ്റ്റ് ഓഫ് ദി പ്രൊജക്റ്റ്. അപ്പോൾ ഡു എന്ന് പറയുന്നത് ബേസ് ഫോം ഓഫ് ദി വെർബ് ആണ്. ഇവിടെ ഡു എന്നുള്ളത് ഓക്സിലറി വെർബായിട്ടല്ല, മെയിൻ വെർബായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ഉപയോഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വില്ലിൻ്റെ വിൽ ബി. വിൽ ബി എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഉണ്ടായിരിക്കും. ഭാവിയിൽ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു സ്ഥലത്ത് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് വിൽ ബി എന്ന് പറയുന്നത്. ഇറ്റ് റെഫേഴ്സ് ടു എ ഫ്യൂച്ചർ ലൊക്കേഷൻ ഓർ എ സ്റ്റേറ്റ്. ഫ്യൂച്ചർ ലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിനെ കുറിച്ചോ റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? വിൽ ബി യൂസ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് ആയിരിക്കും. ആ ഭാവിയിലുള്ള ഒരു സ്ഥലത്തെയോ അല്ലെങ്കിൽ ഒരു അവസ്ഥയോ സൂചിപ്പിക്കുന്നു. ഇനി അതിൻ്റെ ഫോമാറ്റ് എങ്ങനെയാണ്? സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ്
പ്രപ്പസിഷൻ. ഓക്കെ, ഇന്ന, ഓൺ, അറ്റ്, ഓക്കെ, അങ്ങനെയുള്ളതിനെയാണ് പ്രപ്പസിഷൻ എന്ന് പറയുന്നത്. സോ സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് പ്രപ്പസിഷൻ പ്ലസ് ലൊക്കേഷൻ ആണ്. അതാണ് നമ്മൾ ലൊക്കേഷൻ പറയാനുള്ള ഫോർമാറ്റ്. അതേസമയം സ്റ്റേറ്റ് എങ്ങനെ പറയും? സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് സ്റ്റേറ്റ്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥലം. ഞാൻ ചർച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ സ്കൂളിലായിരിക്കും, ഞാൻ കോളേജിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീട്ടിലായിരിക്കും. അതൊക്കെയാണ് ലൊക്കേഷൻ. അതേസമയം ഞാൻ ഹാപ്പി ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ വളരെ സങ്കടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വളരെ ടെൻസ്ഡ് ആയിരിക്കും. അപ്പോൾ അതൊക്കെയാണ് ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ആ വ്യത്യാസം മനസ്സിലായോ? ഒന്ന് ലൊക്കേഷനും ഒന്ന് സ്റ്റേറ്റും. സോ ലൊക്കേഷൻ പറയുമ്പോൾ, ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളവിടെ പ്രപ്പസിഷൻ യൂസ് ചെയ്യണം. അതേസമയം സ്റ്റേറ്റ് പറയുമ്പോൾ പ്രപ്പസിഷൻ ഉണ്ടായിരിക്കുന്നതല്ല. അപ്പം നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. ഓക്കെ, ടുമോറോ ദിസ് ടൈം ഐ വിൽ ബി അറ്റ് ഓഫീസ്. നാളെ ഈ സമയം ഞാൻ ഓഫീസിലായിരിക്കും. ദേ വിൽ ബി ഇൻ ദുബായ് കമ്മിങ് മന്ത്. വരുന്ന മാസം അവർ ദുബായിൽ ആയിരിക്കും. ഹി വിൽ ബി വിത്ത് മേഘ നെക്സ്റ്റ് ടൈം. അടുത്ത വട്ടം അവൻ മേഘയുടെ കൂടെ ആകും. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഐ വിൽ ബി അറ്റ് ഓഫീസ്. ദേ വിൽ ബി ഇൻ ദുബായ്. ഹി വിൽ ബി വിത്ത് മേഘ നെക്സ്റ്റ് ടൈം. ഓക്കെ, ഇത് ലൊക്കേഷനാണ്. അതേസമയം നമ്മളൊരു സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ് അത് വരുന്നത്? ഷീ വിൽ ബി എ ഡോക്ടർ നെക്സ്റ്റ് ഇയർ. അവൾ അടുത്ത വർഷം എന്തായിരിക്കും? ഒരു ഡോക്ടർ ആയിരിക്കും. അതൊരു അവസ്ഥയാണ്. ഡോക്ടർ ആവുക എന്നുള്ളത് ഒരവസ്ഥയാണ്. വി വിൽ ബി വെരി ഹാപ്പി നെക്സ്റ്റ് വീക്ക്. അടുത്തയാഴ്ച ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ സന്തോഷമായിരിക്കും. സോ ഇതൊരു അവസ്ഥയാണ്. ഐ വിൽ ബി ദ ഓണർ ഓഫ് ദ ഷോപ്പ് ഇൻ ഫ്യൂച്ചർ. ഭാവിയിൽ ഞാൻ ഈ കടയുടെ ഉടമയായി മാറും. മനസ്സിലായോ? ഓക്കെ, സോ വിൽ ബി ഉപയോഗിച്ച് നമുക്ക് ലൊക്കേഷനും സ്റ്റേറ്റും പറയുവാൻ സാധിക്കും. ഇനി വിൽ ബിയുടെ കൂടെ ING ഫോം ഓഫ് ദി വെർബ് അല്ലെങ്കിൽ ഫോർത്ത് ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് വരുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കും. ഭാവിയിൽ ഞാനൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറയുവാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദ വെർബ് അല്ലെങ്കിൽ V4 എന്ന് പറയുന്നത്. റെഫർ ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ ഇതാണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ്. എന്താണ് ഫ്യൂച്ചർ കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറഞ്ഞാൽ? ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കാവുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതാണ്. സോ നാളെ ഞാൻ ഈ സമയത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാകാം, നാളെ ഈ സമയത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുകയാവാം. സോ അടുത്ത ഒരു ദിവസം അല്ലെങ്കിൽ ഭാവിയിലെ ഒരു സമയത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് ആണ്. അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ഉദാഹരണത്തിലേക്ക് നോക്കാം. ഹി വിൽ ബി പ്ലേയിങ് ഇൻ ദി ഈവനിങ്. അവൻ വൈകുന്നേരം കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. വൈകുന്നേരം അതൊരു ഫ്യൂച്ചർ ടൈമാണ്. ഇപ്പോൾ ഉച്ചയായിട്ടേ ഉള്ളൂ. അപ്പം പറയുകയാണ് ഹി വിൽ ബി പ്ലേയിങ് ഇൻ ദി ഈവനിങ്. അവൻ വൈകുന്നേരം കളിച്ചുകൊണ്ടിരിക്കുകയാവും, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി. ദേ വിൽ ബി സ്റ്റഡിയിങ് ഇൻ ദ നൈറ്റ്. അവർ രാത്രിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാവും. ഐ വിൽ ബി പ്രാക്ടീസിങ് ക്രിക്കറ്റ്. ഞാൻ ക്രിക്കറ്റ് പരിശീലിച്ചുകൊണ്ടിരിക്കുകയാവും. ഓക്കെ, അപ്പോൾ ഭാവിയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുകയാവും, അല്ലെങ്കിൽ ചെയ്യുകയാവും, അല്ലേ? അങ്ങനെയും നമ്മൾ മലയാളത്തിൽ പറയും. ഒരു പ്രവൃത്തി തുടരുന്നതിനെ നമ്മൾ ചെയ്യുകയാവും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാവും എന്ന് നമ്മൾ പറയുന്നതിനെയാണ് വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ് ആണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. ഓക്കെ, ഇനി അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത ഫോം എന്ന് പറയുന്നത് വിൽ ബി ഏബിൾ ടു. വിൽ ബി ഏബിൾ ടു എന്ന് പറഞ്ഞാൽ ഭാവിയിൽ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കും. മനസ്സിലായോ? എനിക്ക് പാടുവാൻ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് ഡാൻസ് കളിക്കുവാൻ സാധിക്കും, അല്ലേ? നാളെ എനിക്ക് പരീക്ഷ പാസ്സാവാൻ സാധിക്കും. സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മളെങ്ങനെ പറയും? വിൽ ബി ഏബിൾ ടു എന്നുള്ളത് യൂസ് ചെയ്യും. സാധിക്കും, ഒരു പ്രവൃത്തി സാധിക്കും എന്ന് പറയുന്നതിന് നമ്മൾ വിൽ ബി ഏബിൾ ടു എന്ന് യൂസ് ചെയ്യും. എപ്പോഴാണ്? ഭാവിയിലാണ്. സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് ഏബിൾ ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. നമുക്കതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഐ വിൽ ബി ഏബിൾ ടു കം ഓൺ മോർണിംഗ്. എനിക്ക് രാവിലെ വരുവാൻ സാധിക്കുന്നതാണ്. എനിക്ക് രാവിലെ വരാൻ സാധിക്കും. ഷീ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ ദിസ് പ്രോബ്ലം. അവൾക്ക് ഈ പ്രശ്നം
പരിഹരിക്കാൻ സാധിക്കും. ഷീ വിൽ ബി ഏബിൾ ടു ഹാൻഡിൽ അല്ലെങ്കിൽ സോൾവ് ദിസ് പ്രോബ്ലം. യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ്. യു വിൽ ബി ഏബിൾ ടു സ്പീക്ക് ഗുഡ് ഇംഗ്ലീഷ് ഇഫ് യു ലേൺ വെൽ. നീ നന്നായി പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ സാധിക്കും. ഓക്കെ, സോ വിൽ ബി ഏബിൾ ടു എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ്? ഒരു ഭാവിയിൽ ഒരു കാര്യം സാധിക്കും എന്ന് പറയാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമാറ്റാണ് വില്ല് എന്ന് പറയുന്ന ഓക്സിലറി വെർബിൻ്റെ ഫോർമാറ്റാണ് വിൽ ബി ഏബിൾ. വില്ലിൻ്റെ 7ാമത്തെ ഫോർമാറ്റാണ് വിൽ ഹാവ് എന്ന് പറയുന്നത്. വിൽ ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു മീനിങ് ആണുള്ളത്. എന്താ? എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. നമ്മൾ ഫ്യൂച്ചറിൽ പൊസഷൻ അതായത് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളാകാം, നമ്മുടെ നിഗമനങ്ങളാകാം, അല്ലെങ്കിൽ നമുക്ക് ആരെങ്കിലും നമ്മുടെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പൊസസ് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പം എനിക്ക് ഒരു ഐസ്ക്രീം കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് നാളെ ഒരു കാറ് കിട്ടും, എനിക്ക് നാളെ ഒരു ബുക്ക് കിട്ടും. മനസ്സിലായോ? സോ ആ പൊസഷൻസിനെയോ അല്ലെങ്കിൽ എനിക്ക് അടുത്ത വർഷം ഒരു കാർ കിട്ടുമായിരിക്കും, മനസ്സിലായോ? അപ്പോൾ ഉണ്ടായിരിക്കും എന്ന് നമ്മൾ പറയുന്നതാണ് ഉണ്ടായിരിക്കും, എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും, ഭാവിയിലെ ഒരു സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും എന്ന് പറയുന്നതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? വിൽ ഹാവ് എന്നാണ് യൂസ് ചെയ്യുന്നത്. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് നൗൺ. സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് നൗൺ. നൗൺ എന്ന് പറഞ്ഞാൽ നാമം. ഏതെങ്കിലും ഒരു തിങ്സ്, പ്ലേസ് അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ നൗൺ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ എക്സാമ്പിൾസിലേക്ക് നോക്കാം. ഐ വിൽ ഹാവ് എ കാർ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം എൻ്റെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അടുത്ത വർഷം എനിക്കൊരു കാർ കിട്ടും. ഷീ വിൽ ഹാവ് എ ജോബ് നെക്സ്റ്റ് മന്ത്. അപ്പം ഇതെല്ലാം എന്താകാം? ഒരു ആഗ്രഹമാകാം, അല്ലെങ്കിൽ ഒരു നിഗമനമാകാം. ഓക്കെ, സോ അടുത്ത വർഷം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരിക്കും എന്ന് പറയാൻ നമ്മളെങ്ങനെ പറയും? ഷീ വിൽ ഹാവ് എ ജോബ് നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അവൾക്കൊരു ജോബ് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ അവൾക്ക് കിട്ടും. ദേ വിൽ ഹാവ് ക്ലാസ് ടുമോറോ. ദേ വിൽ ഹാവ് ക്ലാസ് ടുമോറോ. അവർക്ക് നാളെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, സാധാരണ ഹാവ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? V3 ഫോം ഓഫ് ദ വെർബ് യൂസ് ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ V3 ഒരു ഫോം യൂസ് ചെയ്യുന്നില്ല. വിൽ ഹാവ് കഴിഞ്ഞാൽ നൗൺ ആണ് വരുന്നതെങ്കിൽ എന്താണ് അവിടെ മീനിങ്? എൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഐ വിൽ ഹാവ് എ ബ്രദർ നെക്സ്റ്റ് ഇയർ. ഇപ്പം നമ്മൾ പറയുകയാണ് നമ്മുടെ മാതാവ് പ്രഗ്നൻ്റ് ആണ്. സോ അപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേനും ഒരു കുഞ്ഞുണ്ടാവും. സോ അപ്പോൾ നമ്മളെങ്ങനെ പറയും? ബൈ ദ നെക്സ്റ്റ് ഇയർ ഐ വിൽ ഹാവ് എ ബ്രദർ. എനിക്കൊരു സഹോദരൻ ഉണ്ടായിരിക്കും. അപ്പോൾ വിൽ ഹാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊസഷൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പ്രതീക്ഷകളാകാം, നമ്മുടെ കൺക്ലൂഷൻസ് ആകാം, ഹോപ്സ് ആകാം. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത ഫോർമാറ്റാണ് വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. അതായത് ഒരു പ്രവൃത്തി പൂർത്തിയാകുന്ന, ഭാവിയിൽ ഇതേ സമയത്ത് അല്ലെങ്കിൽ ഭാവിയിലെ ഒരു സമയത്ത് പൂർത്തിയാകുന്ന പ്രവൃത്തികളെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് എന്ന് പറയുന്നത് എന്താണ്? റെഫർ ടു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസസ്. റെഫർ ടു ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്. അതായത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങളിലേക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ചെയ്തു കഴിഞ്ഞിരിക്കും. അതായത് ഒരു ഭാവിയിലെ ഒരു സമയത്ത് ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞിരിക്കും എന്ന് പറയുന്നതിനെയാണ് നമ്മൾ വിൽ ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദി വെർബ് യൂസ് ചെയ്യുന്നത്. ഹി വിൽ ഹാവ് ഗോൺ ടു ഗോവ നെക്സ്റ്റ് മന്ത്. അടുത്ത മാസം അവൻ ഗോവയിൽ പോയിരിക്കും. അടുത്ത മാസം ഈ സമയം ആകുമ്പോഴത്തേന് ചിലപ്പോൾ അവൻ ഗോവയിൽ പോയിരിക്കും. അപ്പോൾ അടുത്ത മാസം പൂർത്തിയാകുന്ന ഒരു പ്രവൃത്തിയാണ്. ഹി വിൽ ഹാവ് ഗോൺ ടു ഗോവ നെക്സ്റ്റ് മന്ത്. വെൻ ഷീ ടേൺസ് 21 ഷീ വിൽ ഹാവ് ഗോട്ട് ദ ഡ്രൈവിംഗ് ലൈസൻസ്. അവൾക്ക് 21 വയസ്സാകുമ്പോഴേക്കും എന്ത് സംഭവിക്കും? അവൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരിക്കും. ഐ വിൽ ഹാവ് ഗോട്ട് എ ജോബ് നെക്സ്റ്റ് ഇയർ. എനിക്ക് അടുത്ത വർഷം ആകുമ്പോഴേക്കും ഒരു ജോലി കിട്ടിയിരിക്കും. അത് ആകുന്ന ഒരു കാര്യം, ഭാവിയിലെ ഒരു സമയത്തിനുള്ളിൽ പൂർത്തിയാകുന്ന കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടെ ശ്രദ്ധിക്കാം. ഭാവിയിലെ ഒരു സമയത്തിനുള്ളിൽ പൂർത്തിയാകുന്ന കാര്യത്തെക്കുറിച്ച് പറയാൻ നമ്മൾ എങ്ങനെ പറയും? വിൽ ഹാവ് പ്ലസ് V3 ഓഫ് ദ വെർബ്, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വെർബ് നമ്മൾ യൂസ് ചെയ്യും. ഇനി എങ്ങനെയാണ്? ഐ വിൽ ഹാവ് ഗോൺ ടു USA നെക്സ്റ്റ് ഇയർ. ഞാൻ അടുത്ത വർഷം ആകുമ്പോഴേക്കും, അതായത് അടുത്ത വർഷം ഫിനിഷ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാൻ എവിടെ പോയിരിക്കും?
USA പോയിരിക്കുമെന്ന് പറയും. അതിന് നമ്മൾ എന്ത് ചെയ്യും? വിൽ ഹാവ് പ്ലസ് V3, ദാറ്റ് ഈസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത ഫോർമാറ്റ് എന്ന് പറയുന്നത് വിൽ ഹാവ് ടു എന്നുള്ളതാണ്. വിൽ ഹാവ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്, ഭാവിയിലെ ഒരു സമയത്ത് ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ മേൽ കിടക്കുന്ന ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധപൂർവം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ, എനിക്കത് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഒബ്ലിഗേഷൻസ് എന്നാണ് പറയുന്നത്, ഉത്തരവാദിത്തങ്ങൾ, ഭാവിയിലെ ബാധ്യതകളെക്കുറിച്ച് പറയാൻ. ഓക്കെ, സോ വിൽ ഹാവ് ടു അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് വിൽ ഹാവ് ടു പ്ലസ് കോംപ്ലിമെൻറ്റ് എന്നുള്ളതാണ്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, ഇഫ് ഐ മിസ് ദ ലാസ്റ്റ് ബസ് ഐ വിൽ ഹാവ് ടു ടേക്ക് ടാക്സി. ഞാനിപ്പോൾ അവസാനത്തെ ബസ് നഷ്ടമാക്കിയാൽ എനിക്ക് ടാക്സി പിടിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ ബസ് പോയാൽ എനിക്ക് ടാക്സി പിടിക്കേണ്ടതായിട്ട് വരും. അതെൻ്റെ ഒരു ബാധ്യതയായിട്ടാണ് പറയുന്നത്. സോ ഐ വിൽ ഹാവ് ടു ടേക്ക് ടാക്സി. ഇഫ് ഷീ ഫെയിൽസ് ദ നെക്സ്റ്റ് exam she will have to retake the course. If she fails the next exam she will have to retake the course. അവൾ പരീക്ഷയിൽ തോറ്റുപോയാൽ ഒന്നുകൂടെ കോഴ്സ് ചെയ്യേണ്ടി വരും. I pay this time but you will have to remit the next month's rent. ഈ തവണ ഞാൻ പൈസ അടയ്ക്കാം, പക്ഷെ അടുത്ത പ്രാവശ്യം നീ അടച്ചേ പറ്റൂ. മനസ്സിലായോ? അടച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ ചെയ്യേണ്ടി വരും, ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയുന്ന മീനിങ്ങിന് നമ്മൾ എങ്ങനെ യൂസ് ചെയ്യും? വിൽ ഹാവ് ടു എന്നുള്ളതാണ്. വിൽ ഹാവ് ടു, ഭാവിയിൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്തതെന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, വിൽ യു എന്ന് പറഞ്ഞാൽ ചെയ്യുമോ, നീ ഒരു പ്രവൃത്തി ചെയ്യുമോ? നമ്മളത് റിക്വസ്റ്റ് ചോദിക്കാം, അല്ലെങ്കിൽ അപേക്ഷകളൊക്കെ നമുക്ക് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യവാചകങ്ങളാണ്. ഇൻട്രോഗേറ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഫോമാറ്റ് ചെയ്യാം. വിൽ യു പ്ലസ് വേർബ് പ്ലസ് കോംപ്ലിമെൻറ്റ്. നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. വിൽ യു മാരി മീ, നീ എന്നെ കല്യാണം കഴിക്കുമോ? വിൽ യു ഹെൽപ്പ് മീ ഇൻ ഡ്രൈവിങ്ങിൽ നീ എന്നെ സഹായിക്കുമോ? വിൽ യു ഡു മീ എ ഫേവർ, നീ എനിക്കൊരു സഹായം ചെയ്തു തരുമോ? വിൽ ഷീ കം ഓൺ ടൈം, അവൾ സമയത്ത് തന്നെ വരുമോ? വിൽ ദാറ്റ് ഡോഗ് ബൈറ്റ്, ആ പട്ടി കടിക്കുമോ? സോ ഭാവിയിലെ ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. ചെയ്യുമോ, ഒരു പ്രവൃത്തി ചെയ്യുമോ എന്ന് ചോദിക്കുകയാണ്. എങ്ങനെ നമ്മൾ യൂസ് ചെയ്യും? വിൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ബേസ് ഫോം ഓഫ് ദി വെർബ്. നീ ഇതിൻ്റെ നെഗറ്റീവ് ഫോർമാറ്റ് ആണ് വോണ്ട് യു, നീ ചെയ്യില്ലേ, എൻക്വയറിയാണ്. വോണ്ട് യു പ്ലസ് വെർബ് പ്ലസ് കോംപ്ലിമെൻറ്റ്. ഓക്കെ, നമുക്കതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. വോണ്ട് യു ഹെൽപ്പ് മീ ടുമോറോ, നാളെ നീ എന്നെ സഹായിക്കില്ലേ? നാളെ നീ എന്നെ സഹായിക്കില്ലേ? നീ എന്നെ സഹായിക്കും അല്ലേ? നമ്മളങ്ങനെ ചോദിക്കത്തില്ല, നീ എന്നെ സഹായിക്കില്ലേ? അപ്പം നമ്മളതെങ്ങനെ ചോദിക്കുന്നത്? ചെയ്യില്ലേ എന്നുള്ളതിന് വോണ്ട് യുവും ചെയ്യുമോ എന്നുള്ളതിന് വിൽ യു എന്നാണ്. ശ്രദ്ധിക്കണം, ചെയ്യുമോ എന്നുള്ളതിന് വിൽ യുവും ചെയ്യില്ലേ എന്നർത്ഥമുള്ളതിന് വോണ്ട് യു യൂസ് ചെയ്യും. വോണ്ട് യു അറ്റൻഡ് ദ ക്ലാസ്, നീ നാളെ ക്ലാസ് അറ്റൻഡ് ചെയ്യില്ലേ? വോണ്ട് ഷീ അക്സെപ്റ്റ് മീ, അവൾ എന്നെ സ്വീകരിക്കില്ലേ? അവൾ എന്നെ സ്വീകരിക്കില്ലേ? വോണ്ട് ഷീ അക്സെപ്റ്റ് മീ. സോ വിൽ എന്ന് പറയുന്ന ഓക്സിലറി വെർബ് എന്താണ് യൂസ് ചെയ്യുന്നത്? ഭാവി കാര്യങ്ങളെക്കുറിച്ച് പറയുവാൻ സഹായിക്കുന്നു. ഭാവിയിൽ, ഫ്യൂച്ചറിലെ ഒരു കാര്യങ്ങളെ പറയുവാൻ നമ്മളെ സഹായിക്കുന്നു. ഇനി നമ്മളോട് ഒരാൾ ചോദിക്കുകയാണ്, നമുക്ക് നിൻ്റെ ഡ്രീം എന്താണ്? അല്ലെങ്കിൽ നീ 2 വർഷം കഴിയുമ്പോൾ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും? അല്ലെങ്കിൽ നീ അടുത്ത വർഷം നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ നമുക്കത് വിൽ ഉപയോഗിച്ച് പറയാൻ സാധിക്കും. സോ അതിൻ്റെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ ചെയ്യുകയാണ്. ഐ വിൽ ഗെറ്റ് ദ ജോബ് നെക്സ്റ്റ് മന്ത്, അടുത്ത മാസം എനിക്കൊരു ജോലി കിട്ടിയിരിക്കും. സോ ഐ വോണ്ട് നീഡ് ടു വർക്ക് ഹിയർ, അതിനാൽ എനിക്കിവിടെ ജോലി ചെയ്യേണ്ടി വരില്ല. ഐ വിൽ ബി ഇൻ ചെന്നൈ നെക്സ്റ്റ് മന്ത്, ഞാൻ അടുത്ത മാസം ചെന്നൈയിലായിരിക്കും. ഐ വിൽ ബി ഏബിൾ ടു മാനേജ് ടു ഓൾ പ്രൊജക്ട്സ്, പ്രൊജക്റ്റുകളെല്ലാം എനിക്ക് നന്നായി കൈകാര്യം ചെയ്യാൻ സാധിക്കും.
ഐ വിൽ ബി ലീഡിങ് ദ ടീം ഫോർ ദ നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷം ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ടീമിനെ നയിക്കുകയായിരിക്കും. ഐ വിൽ ഹാവ് അച്ചീവ്ഡ് ദ സീനിയർ പോസ്റ്റ് നെക്സ്റ്റ് ഇയർ. അടുത്ത വർഷത്തേക്ക് ഞാൻ സീനിയർ പോസ്റ്റിൽ എത്തിയിരിക്കും. സോ ഐ വിൽ ഹാവ് ടു ടേക്ക് എ ലോട്ട് ഓഫ് റിസ്ക്. അപ്പം അതിനു വേണ്ടി എനിക്ക് ധാരാളം വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടി വരും. ഹൗഎവർ ഐ വിൽ ഹാവ് എ മെഴ്സിഡസ് വിത്ത് മീ. എങ്ങനെയായാലും എനിക്ക് അടുത്ത വർഷം ആകുമ്പോഴത്തേക്കിന് എൻ്റെ കയ്യിലൊരു മെഴ്സിഡസ് ബെൻസ് ഉണ്ടായും. വിൽ യു എൻജോയ് മൈ ലീഡർഷിപ്പ്. നിങ്ങൾ എൻ്റെ നേതൃത്വം ആസ്വദിക്കില്ലേ? വോണ്ട് യു സപ്പോർട്ട് മീ ഫോർ ദ കമ്പനി സക്സസ്. ഓക്കെ, കമ്പനിയുടെ വിജയത്തിന് വേണ്ടി നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യില്ലേ? മനസ്സിലായോ? സോ നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ വില്ലിൻ്റെ ആപ്ലിക്കേഷൻസും ഈ ഒരു സെൻറ്റൻസുകളിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ അത് പ്രാക്ടീസ് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.